രോഗമില്ലാത്ത ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത്. ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിൽ 3 ഏക്കറോളം സ്ഥലത്താണ് മില്ലറ്റ് ഫെസ്റ്റ് നടത്തുന്നത്. കുളത്തൂർ കൃഷിഭവന്റെ സഹകരണവുമുണ്ട് ഈ ഉദ്യമങ്ങൾക്ക്. ഏക്കർ കണക്കിന് പ്രദേശത്ത് പൂത്തുകിടക്കുന്ന സൂര്യകാന്തിപ്പാടം, ജമന്തി, കോഴിപ്പൂവ്, ഡാലിയ തുടങ്ങി പൂക്കളും സുലഭം. ഇതിനു പുറമെ ചാമ, മധുര, ചോളം, കുരവ്, മുതിര, കമ്പംപുല്ല് തുടങ്ങിയവയും ഇവിടെ ധാരാളമായി വളരുന്നു. വിത്തുകളെല്ലാം ഇവിടെ വിൽക്കുന്നുമുണ്ട്. രോഗമില്ലാത്ത ഗ്രാമത്തിനായി മില്ലറ്റുകൾ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഒരു കൂട്ടം കർഷകരാണ് ഈ ശ്രമത്തിന് പിന്നിൽ. എല്ലാം വിളവെടുപ്പിന് പാകമായി. ഓണസമയത്ത് ഞങ്ങൾ 1.5 ഏക്കറിൽ ജമന്തി ആയിരുന്നു. അതായത് നമ്മുടെ മഞ്ഞയും ഓറഞ്ചുമായിട്ടുള്ള ജമന്തി ബന്ദിപ്പൂക്കളായിരുന്നു മൊത്തത്തിൽ ചെയ്തത്. അപ്പോൾ അത് നമ്മളൊരു പ്രദർശനം എന്ന നിലയ്ക്ക് ഇല്ലായിരുന്നു. എന്നാലും ഒത്തിരി ആൾക്കാർ ഇതറിഞ്ഞ് കാണാൻ വരികയും അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പൂക്കളൊക്കെ നമ്മൾ തോളേക്കാളും വില കുറച്ചുള്ള രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് സെയിലും നടത്തി. അപ്പോൾ അതൊരു വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വ്യത്യസ്തത തേടി നമ്മൾ സൂര്യകാന്തി വന്നു. സൂര്യകാന്തിയും അതുപോലെ തന്നെ 1.5 ഏക്കറിലധികം സ്ഥലത്ത് സൂര്യകാന്തി ചെയ്തു. അപ്പോൾ അതിന്റെ തന്നെ വിളവ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ പുതിയ കാര്യങ്ങളായിരുന്നു. നമുക്ക് അതിന്റെ അറിവ് വിത്തെടുക്കുകയും അതിനെ എണ്ണയാക്കുകയും നമ്മുടെ തന്നെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് അതിനെ ഇറക്കാനും സാധിച്ചെന്ന് വളരെ ഒരു ഊർജ്ജം തരുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതുമായിട്ടാണ് നമ്മളിപ്പോ പുതിയൊരു മില്ലറ്റ് എന്ന മേഖലയിലോട്ട് തിരിഞ്ഞിരിക്കുന്നത്. മില്ലറ്റ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സൗജന്യ ക്ലാസുകളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വേനൽ അവധി ആഘോഷിക്കാൻ എത്തുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിൽ സെൽഫി പോയിന്റുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഇത് ചെയ്തിരിക്കുന്ന കുഞ്ഞു മക്കൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം വരുമ്പോൾ തന്നെ നമ്മുടെ അവിടെ ഒരു വലിയൊരു നമ്മളൊരു കുളം ഒരുക്കിയിട്ടുണ്ട്. ആ കുളത്തിൽ നമുക്കൊരു പ്രത്യേകത ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചൂണ്ടയിട്ട് മീൻ പിടിക്കാം വരുന്നവർക്ക്. അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അല്ല അത് കൂടാതെ നമ്മൾ കുറേ സെൽഫി പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്. പഴയത് ഇപ്പോൾ ഈ കാളവണ്ടിയൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആൾക്കാർക്കും ഇപ്പോഴത്തെ കൊച്ചുമക്കൊക്കെ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കത് ഒന്ന് കാണിച്ചു കൊടുക്കാനും പറയാനും അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. കുളത്തൂർ കൃഷിഭവന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കീഴിലെ വിവിധ കർഷക കൂട്ടായ്മകളുടെ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ പാറശാല ബ്ലോക്കിലെ മിക്ക കൃഷിക്കൂട്ടങ്ങളും ഇവിടെ സ്റ്റാളുകൾ ഒരുക്കി അവരുൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിപണിയിലോട്ട് നടത്തുന്നുണ്ട്. ഈ വിപണനം ജനങ്ങൾ ഏറ്റെടുക്കുകയും അവർക്ക് ഏത് സാധനം വേണമെങ്കിലും ഇവിടെ വന്ന് മേടിക്കാൻ സാധിക്കുന്നുണ്ട്. ഫലവൃക്ഷങ്ങൾ, വിവിധ തരം ചെടികൾ, മത്സ്യം, കർഷക കൂട്ടങ്ങൾ നിർമ്മിച്ച ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവയും വാങ്ങാൻ അവസരമുണ്ട്. 8ഓളം വരുന്ന നെറ്റുകൾ ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന്റെ ഭാഗമായി പെറ്റ് ഷോ നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നു. സൂര്യകാന്തി തോട്ടമുണ്ട്, ജമന്തി തോട്ടമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിപ്പൂ അടങ്ങുന്ന മനോഹരമായിട്ടുള്ള തോട്ടങ്ങൾ. അപ്പോൾ വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അത് നമ്മുടെ നാടിനെ എങ്ങനെയാണ് സമർപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് എന്ന ഒരു വളരെ ഉദാത്തമായ മാതൃകയാണ് ഞങ്ങളിവിടെ വളരെ പരിശ്രമമായ ഫലത്തിന്റെ ഭാഗമായി സൃഷ്ടിച്ചിട്ടുള്ളത്. ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ നിയന്ത്രിക്കാൻ മില്ലറ്റിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഉദ്ദേശം. പദ്ധതിക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.